ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിവേദ് നെക്സസ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തൊരു വീഡിയോ ആണ്. അതായത് കുറച്ച് പച്ചച്ചക്ക ഞാൻ ഒരു കവറിലിട്ട് എയർ ടൈറ്റാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ നമ്മളൊന്ന് കറി വയ്ക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു 6 മാസമായി ഞാനിതിനെ ഫ്രീസറിൽ സൂക്ഷിക്കുന്നു. ഇതെങ്ങനെ ഇരിക്കും എന്നൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അതായത് പണ്ട് ഞാൻ ഒരുപാട് ചക്ക കിട്ടുമ്പോൾ കേട്ടിട്ടുണ്ട്, കുറേയൊക്കെ എടുത്ത് എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറിലോ എന്തെങ്കിലും ഇട്ട് നല്ലപോലെ അടച്ച് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ 1 വർഷമോ 2 വർഷമോ ഒക്കെ അത് അതുപോലെ ഇരിക്കും. കുക്ക് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ അതുപോലെ എടുത്താൽ മതി. എന്ത് കറിയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കണം എന്ന് മാത്രം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കവറിൽ വെച്ചിട്ട് ഏകദേശം ഒരു 6 മാസമായിട്ടുണ്ട്. ഇനി നമ്മളതിനെ പുറത്തെടുത്ത് അതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്, തിളച്ച വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ അതിങ്ങനെ ഇളക്കി വരുന്നു. ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് ശരിക്കും ഈ ഒരു പ്രക്രിയ. കൈ കൊണ്ടിങ്ങനെ തൊടുമ്പോൾ തന്നെ അതിങ്ങനെ ഇളകി 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 ഇളക്കി വരും. ഇതിന്ന് ആവി പോകുന്നത് കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, അത് തിളച്ച വെള്ളമൊന്നുമല്ല, നമ്മുടെ ഐസ് ഒന്ന് മെൽട്ടായി അതിൽ നിന്ന് വരുന്ന ആവിയാണ്, അല്ലാതെ ചൂടുവെള്ളം ഒന്നുമല്ല, തണുത്ത വെള്ളം പൈപ്പിൽ നിന്ന് പിടിച്ച പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കണ്ടോ, അതിങ്ങനെ ടക്കനെ ഇളകി ഇളകി ഇളക്കി ഇളകി വരും. നല്ല രസമാണ്. ഈ സമയത്ത് കാണുന്ന അത്ര രസമില്ല കേട്ടോ, അത് കൈക്ക് നല്ല സ്ട്രെയിനാണ്, ഭയങ്കരമായിട്ട് തണുപ്പടിക്കുന്നുണ്ട് കയ്യിൽ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ കൈയിട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്കിതിനെ കഴുകി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോഴും അത് നല്ലപോലെ അലിഞ്ഞിട്ടൊന്നുമില്ല, നല്ല കട്ടിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും കറി വയ്ക്കുന്ന പാത്രത്തിലേക്ക് നമുക്കിതിനെ മാറ്റാം. ഇനി നിങ്ങൾ എന്ത് കറിയാനോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ള അരപ്പ് അല്ലെങ്കിൽ കൂട്ട് എന്താണോ അത് നിങ്ങൾ ചേർക്കുക. ഞാനിപ്പോൾ തേങ്ങയിലേക്ക് മഞ്ഞ, മുളക്, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില. മുളകിന് ഞാൻ കാന്താരിയാണ് അരച്ച് ചേർത്തേക്കുന്നത്. ഇത്രയും ഇട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് പച്ച വെളിച്ചെണ്ണയും പച്ച കറിവേപ്പിലയും അതിൻ്റെ മുകളിലിട്ട് ഞാനിതിനെ ഗ്യാസ് സ്റ്റോപ്പിൽ വയ്ക്കുവാണ്. ഞാൻ ചക്കയവിയലിൻ്റെ ഷേപ്പിലാണ് മുറിച്ചിട്ടത്. അതുകൊണ്ട് തന്നെ ഐസ് അലിയാനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല. അതുപോലെ എടുത്ത് വയ്ക്കുക, ഗ്യാസ് ഓൺ ചെയ്യുക. ഇത് വേകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം വെന്ത് കഴിഞ്ഞു. നമുക്കിനി ഈ കൂട്ടൊക്കെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്, പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ ആ ഒരു മണം നല്ലപോലെ വരുന്നുണ്ട്. കഴിക്കാൻ എങ്ങനെ ഇരിക്കുമോ, പരീക്ഷണാടിസ്ഥാനത്തിൽ വെക്കുന്നത് കൊണ്ട് എനിക്കറിയില്ല ഇത് എന്തായി തീരുമെന്ന്. എന്തായാലും നല്ലപോലെ ഇളക്കി നമുക്കിതൊന്ന് കഴിച്ചു നോക്കണ്ടേ എങ്ങനെ ഇരിക്കുന്നു എന്ന്. ശരിക്കും ആ കവറിലുണ്ടായിരുന്നതിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി പകുതി ഞാൻ അതുപോലെ കെട്ടി തിരിച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. കാരണം ഇത്രേൻ്റെ ആവശ്യം ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമുക്കിതിനെ എടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ശരിക്കും ഇത് എൻ്റെ മക്കൾക്കൊക്കെ ചക്ക ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ കറി വെച്ചാലും അവർ കഴിക്കും. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് കുടംപുളി ഇട്ട് വെച്ച കുറച്ച് മീനും ഈ ചക്കയും കൂടി ഒന്ന് കഴിച്ച് നോക്കാം. നമ്മൾ ശരിക്കും ഇപ്പോൾ പറിച്ച ചക്ക കറി വെച്ചാൽ കിട്ടുന്ന രുചി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. വെറുതെ പറയുന്നതല്ല കേട്ടോ, ശരിക്കും അതേ ടേസ്റ്റ്. ഇത് ഏകദേശം ഒന്ന് വിളഞ്ഞ് വന്ന ഒരു പരുവത്തിലാണ് ഞാനിതിനെ ഫ്രീസറിൽ കയറ്റിയത്. അതേ രുചി ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് സക്സസ് ആണ്. എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഞാനിത് വീട്ടിലുള്ള എല്ലാവർക്കും ഒന്ന് കൊടുത്ത് പരീക്ഷിച്ച് നോക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയാലോ. മക്കൾക്ക് എന്തായാലും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അവരപ്പം തന്നെ ഒരു പ്ലേറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തിനി അച്ഛനും കൂടി കൊടുക്കുക. അച്ഛനും കൂടി ഇഷ്ടപ്പെടുമെന്ന് നോക്കട്ടെ. ഒരു ചെറിയ മധുരം ഉള്ളതുകൊണ്ട് അച്ഛന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയാണോ എന്ത് പരുവത്തിലാണോ നമ്മൾ വെക്കുന്നത് ഇത് അതുപോലെ തന്നെ ഇരിക്കും. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. 100% സക്സസ്ഫുള്ളാണ്. അപ്പോൾ ഓക്കെ, ബൈ.